संकल्प ही सेना, संकल्प ही ज्योति, संकल्प to create awareness among people for various government schemes of India. In this connection, I welcome HL Life Care personnel and post office personnel and our branch manager and information and broadcasting field executing officers. Good morning to all. Kuramangondam Indian Overseas Bank Manager Gina Madam, Manager Sir. ഇന്ന് ഈ വികസിത് ഭാരത് സങ്കല്പ യാത്ര പരിപാടിക്ക് എത്തിയിരിക്കുന്ന നല്ലവരായ നാട്ടുകാരെ എല്ലാവർക്കും എന്റെ നമസ്കാരം. ഇന്ന് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് വികസിത് ഭാരത് സങ്കല്പ യാത്ര പരിപാടിക്കാണ്. വികസിത് ഭാരത് സങ്കല്പ യാത്ര എന്ന പരിപാടി എന്നതുകൊണ്ട് എന്താണ് ലക്ഷ്യമിടുന്നത്? നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ഒട്ടേറെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ചില പദ്ധതികളുണ്ട്. ആവാസ് യോജന, ഗ്രാമീണ മേഖലകളിൽ കുടിവെള്ളം എത്തിക്കുന്ന ജൽധൻ യോജന, അതുപോലെ തന്നെ ഉജ്ജ്വല ഗ്യാസ് കണക്ഷൻ, സൗജന്യ ഗ്യാസ് കണക്ഷൻ കിട്ടുന്ന ഉജ്ജ്വല സ്കീം. ഈ പദ്ധതികളിലെല്ലാം തന്നെ ഒട്ടനവധി ആളുകൾ ഓൾറെഡി അംഗങ്ങളാണ്. ഉദാഹരണത്തിന് ഉജ്ജ്വല യോജനയില് ഇതുവരെ രാജ്യമെമ്പാടും 10 കോടി സൗജന്യ ഗ്യാസ് കണക്ഷനുകൾ കൊടുത്തു കഴിഞ്ഞു. ആവാസ് യോജന വഴി ഗ്രാമീണ മേഖലകളിലും നഗരങ്ങളിലുമായി ഇതിനകം 3 കോടിയിലധികം വീടുകൾ നിർമ്മിച്ച് നൽകപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ സർക്കാർ ഉദ്ദേശിക്കുന്നത് ഒരു 10 കോടി ഗ്യാസ് കണക്ഷൻ മാത്രമല്ല, ഉജ്ജ്വല യോജനയുടെ കീഴിൽ അർഹരായ 100% അർഹരായ ജനങ്ങളിലേക്ക് ആ പദ്ധതി എത്തണം. അതിനുവേണ്ടി, അതായത് സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിലുള്ള ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട് കിടക്കുന്ന പൗരന് പോലും ഓരോ പദ്ധതിയുടെയും ആനുകൂല്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് ഈ യാത്രയുടെ ലക്ഷ്യം. അതായത് ടു റീച്ച് ദ അൺറീച്ച്, ഓരോ പദ്ധതിയും 100% സാച്ചുറേഷൻ ലെവലിൽ എത്തുക എന്നതാണ് ഈ യാത്രയുടെ ഉദ്ദേശം. ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നവംബർ 15-ാം തീയതി അട്ടപ്പാടി, പാലക്കാട് എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ഗവർണർ നിർവഹിക്കുകയുണ്ടായി. ജാർഖണ്ഡിൽ നിന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി നവംബർ 15-ന് അതേ ദിവസം തന്നെ നാഷണൽ ഉദ്ഘാടനം, ദേശീയ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയുണ്ടായി. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇത് 6ാം ദിവസമാണ്, തിരുവനന്തപുരം നഗരപ്രദേശത്ത്. ഇതിനകം തന്നെ നമ്മൾ 10ഓളം സ്ഥലങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞു. തിരുവനന്തപുരത്ത് മാത്രമല്ല, നമ്മുടെ കേരളത്തിലെ 14 ജില്ലകളിലെ എല്ലാ നഗരങ്ങളിലും ഇപ്പോൾ ഈ യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിലെ ഏകദേശം 941 വരുന്ന ഗ്രാമപഞ്ചായത്തുകളില് ഏകദേശം ഈ വികസിത ഭാരത സങ്കല്പ യാത്ര അവസാനത്തോടടുക്കുകയാണ്. കേരളത്തിൽ മാത്രമല്ല, രാജ്യമെമ്പാടുമുള്ള ഏകദേശം 2.5 ലക്ഷത്തോളം ഗ്രാമപഞ്ചായത്തുകളാണ് വികസിത് ഭാരത് സങ്കല്പ യാത്ര കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് ഏകദേശം പകുതിയിലധികം ഇപ്പോൾ കവർ ചെയ്തു കഴിഞ്ഞു. ജനുവരി 25-ഓടുകൂടി അങ്ങനെ കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും അതുപോലെ നഗരത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഈ യാത്ര എത്തിച്ചേരും. യാത്ര എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വാനും അതോടൊപ്പം തന്നെ വിവിധ സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളും, ഇവിടെ ഇപ്പോൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് എത്തിയിട്ടുണ്ട്. അവരുടെ ആധാർ അപ്ഡേഷൻ, ആധാർ മൊബൈൽ ലിങ്കിങ് സൗകര്യങ്ങൾ ലഭ്യമാണ്. അതുപോലെ HML-ന്റെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഉണ്ട്. ഇപ്പോൾ ഈ വാൻ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെയാണ് ഈ വാന്. അതുപോലെ കേരളത്തിലെങ്ങും ഈ പരിപാടിയുടെ നടത്തിപ്പ് ചുമതല ലീഡ് ഡിസ്ട്രിക്ട് ബാങ്കുകൾക്കാണ്. അതായത് ഓരോ പ്രദേശത്തെയും ഓരോ ബാങ്കുകളാണ് ഇതിന്റെ നടത്തിപ്പ് നേതൃത്വം നൽകുന്നത്. അങ്ങനെ വിവിധ വകുപ്പുകളെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ക്യാമ്പയിനായിട്ടാണ് വികസിത് ഭാരത് സങ്കല്പ യാത്ര മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ ലക്ഷ്യം ഒന്ന് മാത്രം, 100% സാച്ചുറേഷൻ ഓരോ പദ്ധതികളും നേടുക. അങ്ങനെ ഭാരതത്തിന്റെ ഭാവിയിലേക്കുള്ള വികസനത്തിന് വേണ്ടി നമുക്ക് പങ്കാളികളാകാം. വികസനത്തിന്റെ ഒരു ചുവട് കൂടി മുന്നോട്ട് വെക്കാൻ
മുന്നോട്ട് പോകാൻ നമുക്കും ഇതിലൂടെ പങ്കാളികളാകാം. എല്ലാവരും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തി ഇതിൽ പങ്കാളികളാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഭാരത് സങ്കല്പ യാത്രയുടെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന HLL ലൈഫ് കെയർ, പോസ്റ്റ് ഓഫീസ്, വാർത്താ വികസന മന്ത്രാലയം പ്രതിനിധികളെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണ് ഈ വികസിത് ഭാരത് സങ്കല്പ യാത്ര. ഈ യാത്രയിലൂടെ പല തരത്തിലുള്ള പരിപാടികൾ ഗവൺമെന്റ് നടപ്പാക്കുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗമാകാൻ നമ്മുടെ ബ്രാഞ്ചിനും സാധിച്ചതിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു. ഇന്നിവിടെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഹെൽത്ത് മേഖലയിലുള്ള HLL ലൈഫ് കെയർ, പിന്നെ അതുപോലെ ആധാർ സംബന്ധമായ സർവീസുകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പോസ്റ്റ് ഓഫീസ്, പിന്നെ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് വാർത്താ വികസന മന്ത്രാലയമാണ്. അവരുടെ പ്രതിനിധികൾ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരും ഒത്തുചേർന്ന് ഈ പ്രോഗ്രാം ഒരു വിജയമാക്കി തീർക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് ഇവിടെ സംഘടിപ്പിക്കുന്ന ഈ ഭാരത് സങ്കല്പ് വികസിത് യാത്ര ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു. ഇതിൽ പങ്കെടുക്കാൻ എത്തിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതവും അതുപോലെ ഈ പരിപാടി വിജയകരമാക്കി തീർക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്കീമുകളെ പറ്റി ഞാനൊന്ന് ചെറുതായിട്ട് വിവരിക്കാം. അതായത് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന, അതിൽ ലൈഫ് ഇൻഷുറൻസ് കവറാണ് 2 ലക്ഷം രൂപ വരെ. അത് പ്രീമിയം വർഷത്തിൽ ഒരു പ്രാവശ്യം അടച്ചാൽ മതി. പ്രീമിയം ആനുവൽ പ്രീമിയം എമൗണ്ട് എന്ന് പറയുന്നത് 436 രൂപയാണ്. പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന, അതിൽ 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് അതിൽ ചേരാവുന്നതാണ്. അടുത്തതായിട്ട് വേറൊരു ഇൻഷുറൻസ് പ്രോഗ്രാമും കൂടെ ഉണ്ട് ഗവൺമെന്റിൻ്റെതായിട്ട്, പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന. അത് ആക്സിഡന്റ് ഇൻഷുറൻസ് കവറാണ് കൊടുക്കുന്നത്, 2 ലക്ഷം രൂപ. അതിന്റെ ആനുവൽ പ്രീമിയം എന്ന് പറയുന്നത് വെറും 20 രൂപ മാത്രമേ ഉള്ളൂ. അത് തീർച്ചയായിട്ടും എല്ലാവർക്കും എടുക്കാവുന്ന ഒരു നല്ല ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ് ഇത് രണ്ടും. സങ്കല്പ പ്രതിജ്ഞ. നാം പ്രതിജ്ഞ ചെയ്യുന്നു, 2047 ഇന്ത്യയെ വികസിതവും സ്വയം പര്യാപ്തവുമായ രാഷ്ട്രമാക്കും. അധിനിവേശ മനോഭാവത്തിന്റെ ഏതൊരംശവും നീക്കം ചെയ്യും. നമ്മുടെ പൈതൃകത്തെ ആഘോഷിക്കും. രാജ്യത്തിന്റെ ഐക്യത്തിനെ ഊട്ടിയുറപ്പിക്കുകയും നാടിനെ കാക്കുന്നവരെ ബഹുമാനിക്കുകയും ചെയ്യും. പൗരൻ എന്ന നിലയിലുള്ള കടമകൾ നിർവഹിക്കും. ജയ് ഹിന്ദ്. ഇവിടെ ഈ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സ്, പൊതുജനങ്ങള്, അതുപോലെ ഇവിടെ പങ്കെടുക്കുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും ഈ എൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നന്ദി.